ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റിവ്യൂ വീഡിയോയുമായിട്ടാണ്. നമ്മുടെ ഷൈൻകൂട്ടനെ ഇപ്പം നമ്മുടെ കൈ കിട്ടിയിട്ട് 1 വർഷമായിരിക്കുകയാണ്. അപ്പോൾ ഇവൻ എങ്ങനെയാ, ഇവൻ്റെ പെർഫോമൻസും ഒക്കെ നമുക്കൊന്ന് അറിഞ്ഞാലോ. ഇവനിപ്പം നമ്മുടെ വന്നിട്ട് 1 വർഷവും 3 മാസവും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ മൈലേജും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല കിണ്ണ മൈലേജ് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 1 ലിറ്റർ പെട്രോളിൽ ഏകദേശം ഒരു 70 കിലോമീറ്റർ അടുത്ത് നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. പവറിൻ്റെ കാര്യത്തിലാണേലും അത്യാവശ്യം നല്ല സൂപ്പറാണ്. ഏത് നമ്മുടെ കയറ്റങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ കയറിപ്പോരും. കുഴപ്പമൊന്നുമില്ല. 2 പേരെയൊക്കെ വെച്ച് കഴിഞ്ഞാലും കയറി സുഖമായിട്ട് പോരും. ഡ്രൈവറും പുറകെ ഇരിക്കുന്ന ആളും കൂടെ 2 പേരും ഉദ്ദേശിച്ച് കൂളായിട്ട് തന്നെ അവൻ കയറിപ്പോരും. പക്ഷേ നമ്മുടെ സ്പ്ലെൻഡറിന് നല്ല മൈലേജൊക്കെ ഉണ്ട്. നമുക്ക് തന്നെ ഒരു സ്പ്ലെൻഡറും ഉണ്ടല്ലോ. അപ്പോൾ സ്പ്ലെൻഡറിന് ഇവനെ കഴിഞ്ഞും കുറച്ചും കൂടെ മൈലേജൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അവൻ്റെ പുറകിൽ ഒരാൾ, നമ്മളിപ്പോൾ സ്പ്ലെൻഡറിലാ ഒരു ട്രിപ്പ് പോകുന്നതെങ്കിൽ പുറകെ ഇരിക്കുന്ന ആളും നമ്മളും കൂടെ ആയി കഴിയുമ്പോൾ വണ്ടി ശരിക്കും വലിക്കത്തില്ല. പക്ഷേ മൈലേജ് കിട്ടും ആ വണ്ടിക്ക് ഇതിനെ കഴിഞ്ഞും. പക്ഷേ ആ വണ്ടി കയറ്റമൊക്കെ കയറണമെങ്കിൽ ഇച്ചിരി പാടാണ്. ഫസ്റ്റേ തന്നെ പോരേണ്ടി വരും. ഇവനാണ് സെക്കൻഡ് ഡേയിലൊക്കെ പുറകിൽ ഒരാളും കൂടെ ഉണ്ടെങ്കിലും സെക്കൻഡ് ഡേയിലൊക്കെ കയറിപ്പോരും. പിന്നെ ഇവൻ്റെ ഒരു ചെറിയ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടി എടുക്കാൻ നേരത്തൊക്കെ എല്ലാവരും നമ്മളോട് പറഞ്ഞു ഇതിന് ഗിയർ ഇടുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇടയ്ക്ക് സ്റ്റക്കാവുമെന്നൊക്കെ. ചില സമയത്ത് ആ ഒരു പ്രശ്നം ഇവൻ കാണിക്കുന്നുണ്ട്. അത് പക്ഷേ വലിയ കാര്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം വണ്ടിയുടെ സൗണ്ട് ഇങ്ങനെയായിരിക്കും. ഒരു 3-4 മിനിറ്റ് വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഇടണമെന്നുള്ള ഒരു പ്രശ്നമുള്ളൂ. നമുക്ക് അത് ഇതിൻ്റെ എഞ്ചിൻ പെട്ടെന്ന് തണുക്കുന്നതുകൊണ്ട് ഏതാണ്ടൊക്കെയാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. കുറച്ച് നേരം അവനിങ്ങനെ സ്റ്റാർട്ടിങ് നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ കൂളാകും. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകാം. ഇല്ലാതെ നമ്മൾ ഈ കണ്ടീഷനിൽ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ എൻജിന് കേടാണെന്നാണ് പറയുന്നത്. അതുമല്ല, വണ്ടി നന്നായിട്ട് മിസ്സിങ് ആവും. മിസ്സിങ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പിടിക്കുന്നിടത്ത് വണ്ടി നിന്നൊന്നും വരത്തില്ല. അപ്പോൾ വണ്ടി കൂളായതിന് ശേഷം മാത്രമേ നമ്മൾ എടുത്തുകൊണ്ട് പോവുള്ളൂ. അതൊരു എല്ലാ വണ്ടിക്കും ഇപ്പം പുതിയ വണ്ടിക്കൊക്കെ അങ്ങനെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല. അറിയാവുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഇവൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഒരു പ്രശ്നം. നമ്മളിപ്പോൾ ഒരു അത്യാവശ്യ സ്ഥലത്ത് എവിടെയെങ്കിലും പോയി പെട്ടെന്നൊന്ന് വണ്ടി എടുത്തുകൊണ്ട് എങ്ങോട്ടേലും പോകണമെങ്കിൽ ഒരു ഇച്ചിരി പാടാണ്. ഈ കൂളിംഗ് പ്രോസസ്സിങ് ഒന്നും കഴിയാതെ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോക്ക് നടക്കത്തില്ല. പോയി കഴിഞ്ഞാൽ ചിലപ്പം മിസ്സിങ് ഒക്കെ ആയിട്ട് ചിലപ്പം കൈവിട്ട് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം വണ്ടി കൂളായതിനു ശേഷം മാത്രമാണ് ഇപ്പം കണ്ടില്ലേ സൗണ്ട് മാറിയത് കണ്ടില്ലേ. ഇനിയിപ്പം നമ്മൾ വണ്ടി ഫസ്റ്റ് ഇട്ട് എടുത്തുകൊണ്ട് പോകാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിന് നമ്മൾ പെട്രോളൊക്കെ കറക്റ്റ് 1 ലിറ്റർ പെട്രോൾ അതിൽ ഇതിൻ്റെ ടാങ്കിൽ കാണണം, ഇല്ലെങ്കിൽ സീനാകുമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ പുതിയ വണ്ടിയൊക്കെ അങ്ങനെയാണല്ലോ, അതിൻ്റെ ടാങ്കിൻ്റെ അകത്ത് എപ്പോഴും കുറച്ച് പെട്രോളൊക്കെ കാണണം. പിന്നെ വേറെ മൊത്തത്തിൽ ഇവൻ പൊളിയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇത്രയും 1 വർഷം നമ്മളോടെ ഇവൻ പോരുന്നു. വണ്ടിക്ക് പ്രത്യേകിച്ച് വലിയ പണികളൊന്നും ഇതുവരെയായിട്ടും വന്നിട്ടൊന്നുമില്ല. ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ മാത്രമേ ഇതുവരെയായിട്ടും വന്നിട്ടുള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല. നല്ല സൂപ്പർ വണ്ടിയാണ്. അപ്പം നമ്മുടെ ഹോണ്ടയുടെ ഷൈനാണിത്, ഷൈൻ 125. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ വണ്ടി എടുത്തപ്പം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും അതും കയറി കാണുമെന്ന് വിചാരിക്കുന്നു. വണ്ടി ഇപ്പോൾ മൊത്തത്തിൽ 861 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വലിയ ഓട്ടമൊന്നുമില്ല. വണ്ടി നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ മാത്രമേ വണ്ടി അധികം ഓടുന്നുള്ളൂ, ദൂരേക്കൊക്കെ ട്രിപ്പ് പോകുമ്പോഴേ. കഴിഞ്ഞിടയ്ക്ക് ഡിസ്ക് ബ്രേക്കിന് ചെറിയൊരു പ്രശ്നം വന്നായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്തു. പിന്നെ വേറെ ഒരു കുഴപ്പമില്ല, പുലിക്കുട്ടിയാണ്. ഷൈനൊക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവർ
എടുത്തവരും ഒക്കെ ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.